വന്നിട്ട് അവനിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട്, ഒരു റിംഗും കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് മുസ്ലിം മതത്തില് സ്വർണം കൊടുത്തുവിടാന്നല്ലേ, പിന്നെ നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ. ഇപ്പൊ ആരെ മുസ്ലിങ്ങളെ ഇപ്പൊ ഗോൾഡ് ഇടാത്തത്, എല്ലാവരും ഗോൾഡ് ഇടുന്നു. പക്ഷെ ആ കൊടുക്കുന്നതിന് പകരം സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി മക്കൾക്ക് കൊടുക്കലുണ്ട്, വാങ്ങിക്കലുണ്ട്. മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട്. ഇപ്രാവശ്യം അവതാരക്ക് വരെ അറിയാമ്പോ മുസ്ലിം പുരുഷന്മാർ ഗോൾഡ് ഇല്ല, റിങ്ങിടില്ല, മാലിടില്ല എന്നൊക്കെ. ഇങ്ങോട്ടും ഇവള് പറഞ്ഞ കേരളത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഗോൾഡ് ഇടും, ഗോൾഡിന് ചെയിൻ ഇടും, ഗോൾഡിന് റിങ് ഇടും. ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഫ്രണ്ട്സോ നിന്റെ കുടുംബക്കാരോ നിന്റെ ബാക്കിക്കാരോ റിങ് ഉണ്ടെങ്കിൽ അത് പറയാം, അങ്ങനെ ഇടുന്നത്. എല്ലാ പുരുഷന്മാരും കേരളത്തിലെ എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ഒറ്റധിക ഇതാക്കുന്നത്. അല്ലെങ്കിൽ നിനക്കൊരു പരിപാടി ഉണ്ടാകുമ്പം കേരളത്തിലെ എല്ലാ സ്ത്രീകളും കേരളത്തിലെ എല്ലാ പുരുഷന്മാരും നിന്റെ കുടുംബക്കാരും നിന്റെ വീട്ടുകാരും ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അതെങ്ങനെ പറയാം, എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടുകാരും അങ്ങനെ ചെയ്യാറുണ്ട്, ഗോൾഡ് ഇടാറുണ്ട്. അല്ലാതെ കേരളത്തിലെ എല്ലാ പുരുഷന്മാരും എന്നൊക്കെ പറയുമ്പോൾ അല്ല. ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കണം, ഇജിപ്പോൾ വലിയ പൈസക്കാറ്റിയായോ? ഇതിന് മുമ്പൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഇറന്ന് ഇജിപ്പോൾ വലിയ പൈസക്കാരായോ? ഈ വല്ല ഗോൾഡിൻ്റെ ചെയിൻ വാങ്ങിക്കൊടുക്കണോ, ഈ ഗോൾഡിൻ്റെ മോതിരം വാങ്ങിക്കൊടുക്കുന്നു. ഇപ്പം നീ ഇപ്പം എന്താ ഈ കോടീശ്വരിയായോ? നീയാണായിരുന്നു ഇനി അമ്പം എനിക്ക് ജീവിക്കാൻ വയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നായിരുന്ന ഈ ഇപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഗോൾഡിൻ്റെ ചെയിൻ വാങ്ങിക്കൊടുത്തു, ഗോൾഡിൻ്റെ മോതിരം വാങ്ങിക്കൊടുത്തു. അപ്പം നീ ഇപ്പം ആരായി? ഇപ്പം ഈ പൈസക്കാരിയായോ? ഒന്നും അറിഞ്ഞില്ലല്ലോ. അതെന്തായിക്കോട്ടെ, അത് നമ്മളെ വിഷയമല്ല. ഈ ഗോൾഡ് വാങ്ങിക്കൊടുത്താലും സ്വർണം വാങ്ങിക്കൊടുത്താലും ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്താലും നീ ഇപ്പം എന്താ 4 ബെൻസ് വാങ്ങിക്കൊടുത്താലും നമ്മളെ വിഷയമല്ല. പക്ഷെ നീ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് അതെനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അത് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ എല്ലാ പുരുഷന്മാരും ഗോൾഡ് ഉപയോഗിക്കണം. ഇവിടെ കണ്ടേ, ഞാൻ വെള്ളിൻ്റെ റിങ്ങ ഉപയോഗിക്കണുള്ളൂ. കാരണം കണ്ടോ, മാറിട്ടിട്ടില്ല. കാരണം മുസ്ലിം ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് ഗോൾഡ് ഉപയോഗിക്കാൻ പാടില്ല, ഗോൾഡ് ഹറാമാണ്. അത് നിനക്കറിയില്ലെങ്കിൽ ചിലപ്പോൾ നീ പഠിച്ചത് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ പഠിച്ച് അവിടെ എത്താത്തതിൻ്റെ ഒരു പിന്നെ ജീവിതം ഇങ്ങനെ അതിൻ്റെ ഒരു ദേഷ്യം തീർത്തതായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ പുരുഷന്മാർ ആരും ദീനപരമായിട്ട് നോക്കുന്ന ആരും ഗോൾഡ് ഉപയോഗിക്കാറില്ല. നിൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിൻ്റെ ഫ്രണ്ട്സ് പിന്നെ പറയാൻ പറ്റില്ല. നിൻ്റെ ഫ്രണ്ട്സും നിൻ്റെ കസിൻസൊക്കെ ഫുൾ ആൻറ്റിമാരെ കൂടിയാണ് ആകുമ്പം. അപ്പോൾ പിന്നെ അവരെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവരിങ്ങനെ ഗോൾഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പോൾ നീ ഇങ്ങനെ പറയാം, എൻ്റെ ഫ്രണ്ട്സ് ഗോൾഡൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അവനക്ക് ഞാൻ ഗോൾഡ് കൊടുത്ത് അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥമുണ്ട്. അല്ലാതെ കേരളത്തിലെ എല്ലാ പുരുഷന്മാരും ഗോൾഡിനുണ്ട്, ഗോൾഡ് ഇടാത്ത പുരുഷന്മാരില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു തരം ഇതാണ്. അപ്പം നിൻ്റെ ഒരു വാശി തീർക്കമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. അപ്പം അങ്ങനെ പ്രതികരിച്ചാൽ നെക്സ്റ്റ് വീഡിയോ കാണാം.